അധികം ആർക്കും അറിയാത്ത മഹാദേവന്റെ അവതാരങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. വീരഭദ്രൻ ദക്ഷൻ നടത്തിയ മഹായാഗത്തിൽ ശിവനെ അവഹേളിച്ചപ്പോൾ സതീദേവി ദുഃഖത്തോടെ ദേഹത്യാഗം ചെയ്തു. അതിവേദനയിൽ ശിവൻ തന്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു. തീ പൊള്ളുന്ന കണ്ണുകളും ഭീകര രൂപവുമുള്ള വീരഭദ്രൻ യാഗശാലയിലെത്തി അഹങ്കാരം നിറഞ്ഞ ദക്ഷന്റെ യാഗം തകർത്തു. ദേവന്മാരും ഋഷിമാരും വിറച്ചു. എന്നാൽ ശിക്ഷ പൂർത്തിയായപ്പോൾ ശിവൻ വീരഭദ്രനെ ശമിപ്പിച്ചു. അഹങ്കാരം നശിപ്പിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഈ അവതാരത്തിന്റെ സന്ദേശം. പിപ്ലാദൻ മഹർഷി തെദീജയുടെ പുത്രനായി ജനിച്ച പിപ്ലാദൻ ബാല്യത്തിൽ തന്നെ വലിയ തപസ്വിയായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട തന്റെ പിതാവിന്റെ മരണത്തിന് കാരണമായ ശനിദേവനെ ശിക്ഷിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. കഠിനമായ തപസ്സിലൂടെ ശിവനെ പ്രീതിപ്പെടുത്തിയ പിപ്ലാദന് ശിവൻ ദർശനം നൽകി. ശനിദോഷം നിയന്ത്രിക്കുന്ന ശക്തി പിപ്ലാദന് നൽകി ശിവൻ അനുഗ്രഹിച്ചു. അതിനുശേഷം ശനി പിപ്ലാദന്റെ ആജ്ഞയ്ക്ക് വിധേയനായി. 16 വയസ്സിന് താഴെയുള്ള ആരെയും ശനിദേവൻ ഒരിക്കലും ബാധിക്കരുത് എന്ന നിബന്ധനയും വിളിച്ചു. ശനിദോഷത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമായി പിപ്ലാദൻ അറിയപ്പെടുന്നു. നന്ദി ശിലാദമുനി ശിവനെ പ്രീതിപ്പെടുത്തിയ കഠിനമായ തപസ് ചെയ്തു. അതിലൂടെ നന്ദി എന്ന രൂപത്തിൽ ശിലാദമുനിയുടെ പുത്രനായി ജനിച്ചു. നന്ദി ചെറുപ്പം മുതലേ ശിവഭക്തനായിരുന്നു. ശിവനോടുള്ള അചഞ്ചലമായ ഭക്തി കണ്ട് ശിവൻ നന്ദിയെ തന്റെ ഗണങ്ങളുടെ തലവനാക്കി. പിന്നീട് നന്ദി ശിവന്റെ വാഹനമായി, കൈലാസത്തിന്റെ കാവൽക്കാരനുമായി. ഏത് ഭക്തനും ശിവനിലേക്ക് എത്താൻ ആദ്യം നന്ദിയെ വണങ്ങണം എന്ന വിശ്വാസം പിറന്നു. സ്ഥിരതയും വിശ്വാസവും സേവനവുമാണ് നന്ദി എന്ന അവതാരത്താൽ സൂചിപ്പിക്കപ്പെടുന്നത്. മനുഷ്യരൂപത്തിലുള്ള നന്ദി അവതാരത്തെ നന്ദികേശ്വരൻ എന്നറിയപ്പെടുന്നു. ഭൈരവൻ ഇത് ശിവന്റെ മറ്റൊരു ഉഗ്രരൂപമാണ്. ബ്രഹ്മാവിന്റെ നുണ ശിവനെ കോപിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്. ഈ അവതാരം ബ്രഹ്മാവിന്റെ 5ാമത്തെ തല വെട്ടിക്കളഞ്ഞു. എന്നിരുന്നാലും ഒരു ബ്രാഹ്മണനെ കൊന്ന കുറ്റക്കാരനുമായി. തന്റെ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ ബ്രഹ്മാവിന്റെ തലയും വഹിച്ചുകൊണ്ട് 12 വർഷം യാചകനായി അലയേണ്ടി വന്നു. കാലത്തിന്റെ അധിപതിയും അജ്ഞാനത്തെയും ഭയത്തെയും നിയന്ത്രിക്കുന്ന രൂപമായ കാലഭൈരവനും ഈ അവതാരം തന്നെയാണ്. അഹങ്കാരം, നുണ, മോക്ഷം, നിഷേധാത്മകത എന്നിവയുടെ നാശത്തെയും പതനത്തെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. കാശിയിലെ കാവൽ ദേവനായും കാലഭൈരവൻ നിലകൊള്ളുന്നു. ശരഭൻ നരസിംഹ അവതാരത്തിന്റെ അതിക്രൂരത ലോകത്തെ വിറപ്പിച്ചപ്പോൾ അതിനെ ശമിപ്പിക്കാൻ ശിവൻ ശരഭരൂപം എടുത്തു. 30 കൈകളും 8 കാലുകളും സിംഹവും ഭാഗികമായ ഭക്ഷ്യരൂപവുമുള്ള അതിശക്തിയുള്ള പക്ഷിമൃഗരൂപമായ ശരഭൻ നരസിംഹത്തിന്റെ കോപം ശാന്തമാക്കി. ശക്തിക്ക് മേലുള്ള ശക്തിയാണ് സംയമം എന്നതാണ് ഈ രൂപത്തിന്റെ സാരം. ശിവൻ സംരക്ഷകനും നിയന്ത്രകനുമാണെന്ന് ശരവാവതാരം ഓർമ്മിപ്പിക്കുന്നു. അശ്വത്ഥാമാവ് ഗുരു ദ്രോണാചാര്യരുടെയും ഭാര്യ കൃപിയുടെയും മകനായ ഇദ്ദേഹം ശിവന്റെ ശക്തമായ അവതാരമായി കണക്കാക്കപ്പെടുന്നു. സമുദ്രം കലങ്ങുമ്പോൾ ഉയർന്നു വന്ന ഹാലഹൽ വിഷം ഭഗവാൻ ശിവൻ കുടിച്ചപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിഷപുരുഷൻ എന്നും അറിയപ്പെടുന്നു. മർദ്ദകരായ ക്ഷത്രിയരെ കൊല്ലാൻ കഴിവുള്ള ഒരു ധീര യോദ്ധാവാണ് അദ്ദേഹം. 8 ചിരഞ്ജീവികളിൽ ഒരാളും കൂടിയാണ്. മഹാഭാരതത്തിലെ മഹാവീരനായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. അതിരൂക്ഷമായ കോപവും അപാരമായ ശക്തിയും അവനിൽ ഉണ്ടായിരുന്നു. യുദ്ധാനന്തരം ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായാണ് അവൻ അമർത്തത്തോടെ ഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നത്. ഹനുമാൻ ശ്രീരാമന്റെ കടുത്ത ഭക്തനായ ഹനുമാൻ ശിവന്റെ അവതാരങ്ങളിൽ ഒന്നാണ്. അഞ്ജനാദേവിയുടെ പുത്രനായ ഹനുമാൻ ശിവാംശമായി ജനിച്ചു. ബാല്യത്തിൽ തന്നെ അപാര ശക്തിയും നിർമ്മലമായ ഭക്തിയും അവനിൽ ഉണ്ടായിരുന്നു. ശ്രീരാമനോടുള്ള സേവനമാണ് ഹനുമാനെ മഹാവീരനാക്കിയത്. ലങ്കാദഹനവും സഞ്ജീവനി കൊണ്ടുവരലും അവന്റെ മഹത്വം തെളിയിച്ചു. അഹങ്കാരമില്ലാത്ത സേവനവും ഭക്തിയും മനുഷ്യനെ ദൈവത്തിൽ എത്തിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഹനുമാന്റെ അവതാരം. ദുർവാസാവ് ശിവന്റെ കോപാംശത്തിൽ നിന്നും ജനിച്ച മഹർഷിയാണ് ദുർവാസാവ്. അത്യന്തം കഠിന സ്വഭാവവും തീവ്ര തപസ്യയുമാണ് അദ്ദേഹം. ധർമ്മം ലംഘിച്ചാൽ ദുർവാസാവിന്റെ ശാപം ലഭിക്കും എന്ന ഭയം ദേവന്മാർക്ക് പോലും ഉണ്ടായിരുന്നു.
എന്നാൽ സത്യസന്ധമായ ഭക്തി കണ്ടാൽ അദ്ദേഹം ഉടൻ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അച്ചടക്കവും ധർമ്മബോധവുമാണ് ഈ അവതാരത്തിന്റെ ലക്ഷ്യം. ഗൃഹപതി. ശിവന്റെ ഈ അവതാരം ദിശാദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. വിശ്വനാഥ മുനിയുടെയും ഭാര്യ ശുചിസ്മിതിയുടെയും ഭക്തിയിൽ ശിവൻ പ്രസാദിച്ചപ്പോൾ ഗൃഹപതി ജനിച്ചു. തന്റെ അശുഭകരമായ ഗ്രഹസ്ഥിതിയാണ് തന്റെ അകാല മരണത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ ഗൃഹപതി കാശിയിലേക്ക് തപസ്സിനായി പോയി. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തുകയും ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുകയും കാലവജ്രത്തിന് പോലും ഗൃഹപതിയെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വരം നൽകുകയും ചെയ്തു. കൂടാതെ എല്ലാ ദിശയ്ക്കും അധിപനാക്കുകയും ചെയ്തു. വൃഷഭൻ. സമുദ്രമന്ഥന കാലത്ത് പാതാളലോകത്ത് ജനിച്ച വിഷ്ണുവിന്റെ പുത്രന്മാരെ നേരിടാൻ ശിവൻ വൃഷഭൻ എന്ന കാളയുടെ രൂപം സ്വീകരിച്ച് അവരെ നശിപ്പിച്ച് പ്രപഞ്ച സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ചു. അതിനായിരുന്നു ഈ വൃഷഭ അവതാരം. യതിനാഥ് അവതാരം. ആദിത്യ മര്യാദയിൽ പ്രശസ്തരായ ഒരു ഗോത്ര ദമ്പതികളെ പരീക്ഷിക്കാൻ ശിവന്റെ അവതാരം പ്രത്യക്ഷപ്പെട്ടു. തന്റെ അതിഥിയായ യതിനാഥിനെ സംരക്ഷിക്കുന്നതിനിടയിലാണ് ആഹുക് എന്ന ആദിവാസിക്ക് ജീവൻ നഷ്ടമായത്. കരയുന്നതിന് പകരം ഒരു അതിഥിക്ക് വേണ്ടി ജീവൻ നൽകിയതിൽ ഭാര്യ അഭിമാനിച്ചു. ദമ്പതികളുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അടുത്ത ജന്മത്തിൽ നളനായും ദമയന്തിയായും ജനിക്കുമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. അവധൂതൻ. ശിവന്റെ ഈ അവതാരം ഇന്ദ്രദേവന്റെ അഹംഭാവത്തെ തകർക്കാൻ ജന്മമെടുത്തതാണ് എന്നാണ് വിശ്വാസം. കൈലാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഇന്ദ്രനെ പരീക്ഷിച്ചു. മുനിയുടെ രൂപം സ്വീകരിച്ച് അവന്റെ വഴി തടഞ്ഞു. ഇന്ദ്രൻ വജ്രായുധം ഉപയോഗിക്കാൻ തീരുമാനിച്ചെങ്കിലും സത്യം മനസ്സിലാക്കിയപ്പോൾ ക്ഷമ ചോദിച്ചു. സമൂഹ നിയമങ്ങളോട് ബന്ധമില്ലാതെ പരമജ്ഞാനത്തിൽ നിലകൊള്ളുന്നതാണ് ഈ ശിവരൂപം. പ്രശംസയും നിന്ദയും ഒരുപോലെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് മോക്ഷത്തിന്റെ അടയാളം എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ അവതാരം. കൃഷ്ണദർശന അവതാരം. സഹോദരന്മാർ രാജ്യത്തിൽ നിന്ന് തന്റെ ഓഹരി എടുക്കാൻ അനുവദിച്ചില്ലെങ്കിലും ഒരു യജ്ഞം വിജയകരമായി നടത്തുന്നതിനു വേണ്ടി ഒരു മുനിയെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പിതാവ് നാഫാഗ് എന്ന രാജകുമാരനോട് ആവശ്യപ്പെട്ടു. ആ ദൗത്യം പൂർത്തിയായപ്പോൾ സന്തുഷ്ടനായ അങ്കിരസ് മുനി എല്ലാ സമ്പത്തും അദ്ദേഹത്തിന് കൈമാറി. അത് ശിവന്റെ കൃഷ്ണദർശന അവതാരം നിർത്തിവെച്ചു. അദ്ദേഹം നാഫാഗിന് ഉയർന്ന ആത്മീയ നേട്ടത്തിന്റെയും മോക്ഷത്തിന്റെയും പ്രാധാന്യം കാണിച്ചു കൊടുത്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യജ്ഞങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ഭഗവാൻ ശിവൻ കൃഷ്ണ ദർശന അവതാരം സ്വീകരിച്ചത്. സുരേശ്വരൻ. ഉപമന്യുവിന്റെ ഭക്തി പരീക്ഷിക്കുന്നതിനായി ഇന്ദ്രന്റെ വേഷം ധരിച്ച് മഹാദേവൻ എത്തിയതുകൊണ്ടാണ് ഈ അവതാരത്തിന് സുരേശ്വരൻ എന്ന പേര് ലഭിച്ചത്. ഉപമന്യു പരീക്ഷയിൽ വിജയിക്കുകയും ശിവൻ മാതാ പാർവതിയോടൊപ്പം ഉപമന്യുവിന്റെ ആശ്രമത്തിന് സമീപം താമസിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഭിഷുഭര്യ അവതാരം. മാതാപിതാക്കളുടെ മരണശേഷം സത്യരഥ രാജാവിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനാണ് ശിവൻ ഈ അവതാരം സ്വീകരിച്ചത്. ശിവൻ ആ കുട്ടിയെ അനുഗ്രഹിക്കുകയും ഒടുവിൽ ഒരു ദരിദ്ര സ്ത്രീ വളർത്തുകയും ചെയ്തു. യക്ഷേശ്വരൻ. പാലാഴി മദനത്തിനു ശേഷം അമൃത് കുടിച്ച് അഹങ്കാരികളായി തീർന്ന ദേവന്മാരുടെ അഹങ്കാരം ഇല്ലാതാക്കുവാൻ വേണ്ടി മഹാദേവൻ സ്വീകരിച്ച രൂപമാണ് യക്ഷേശ്വരൻ. പകുതി രാക്ഷസനും പകുതി മനുഷ്യനുമായിട്ടുള്ള രൂപമാണ്. ഈ രൂപത്തെ തന്നെ ചിലർ ഈശാന്യ എന്ന പേരിലും ആരാധിക്കുന്നു. സിന്ധുദർഘ അവതാരം. ഹിമാലയ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും തന്റെ ഡമരുവിനൊപ്പം നൃത്തം ചെയ്ത നർത്തകന്റെ രൂപമാണ് ഈ അവതാരം. മാതാ പാർവതിയുടെ വിവാഹത്തിനായി പർവ്വത രാജാവിൽ നിന്നും അനുമതി നേടുന്നതിനാണ് ശിവഭഗവാൻ ഈ അവതാരം സ്വീകരിച്ചത്. ബ്രഹ്മചാരി. വിവാഹത്തിനു മുമ്പ് മാതാ പാർവതിക്ക് തന്നോടുള്ള ഭക്തി പരീക്ഷിക്കുന്നതിനായി ശിവഭഗവാൻ സ്വീകരിച്ച രൂപമാണ് ബ്രഹ്മചാരി. കിരാതൻ. അർജുനൻ പാശുപതാസ്ത്രം നേടാൻ കഴിഞ്ഞ തപസ്സിൽ ആയിരുന്നപ്പോൾ ശിവൻ കിരാതൻ എന്ന വേട്ടക്കാരനായി എത്തി. ഒരു കാട്ടുപന്നിയെ കൊന്നതിൽ ഇരുവരും തർക്കിച്ചു. ഒടുവിൽ യുദ്ധം നടന്നു. അർജുനന്റെ ധൈര്യവും വിനയവും കണ്ട് ശിവൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അനുഗ്രഹിച്ചു. അഹങ്കാരം വിട്ട് വിനയം കൈവരിച്ചാൽ ദൈവകൃപ ലഭിക്കും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ അവതാരം.